ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒന്നുറപ്പിച്ചിരിക്കുകയാണ്. സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പുഴുക്കുത്തലായ ലഹരിമരുന്നിനെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാതെ തനിക്കിനി ഉറക്കമില്ലെന്ന്. പദ്ധതി കേവലം ഒരു ആരംഭശൂരത്വമായിട്ടല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. തൂഫാൻ സ്ട്രൈക്ക്, തൂഫാൻ വാരിയർ, തൂഫാൻ കെയർ എന്നിങ്ങനെ 3 പ്രധാന ഘട്ടങ്ങളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ലഹരി മാഫിയകൾക്കെതിരെയുള്ള ശക്തമായ പോലീസ് നടപടികളിലൂടെ സംസ്ഥാനത്ത് ഇതുവരെ 15 കോടി രൂപയുടെ ലഹരിമരുന്ന് പിടികൂടിയതായും മന്ത്രി പറയുന്നുണ്ട്. നിരപരാധികളായ ആളുകളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മയക്കുമരുന്ന് വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും കർക്കശമായി നേരിടുമെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കവേ മന്ത്രി പറയുകയുണ്ടായി. കൂടാതെ കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന ആൾക്കൂട്ട വിചാരണയിൽ ശക്തമായ നിലപാടും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് കഴിഞ്ഞാൽ ഇതിപ്പം ഈ മയക്കുമരുന്ന് കച്ചവടക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ആരംഭ ശൂരത്വമാണ്, നാളെ അങ്ങ് നിന്ന് കളയും. അപ്പം അവരൊക്കെ പതുങ്ങിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. കേരള പോലീസ് അതിശക്തമായി ഈ മയക്കുമരുന്നിന്റെ മരണത്തിന്റെ വ്യാപാരികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ പൂർണ്ണമായും കേരളത്തെ ഡ്രഗ്സ് വിമുക്തമാക്കുന്നവരെ ഈ പോരാട്ടം തുടരും. ഈ ഒന്നാം ഘട്ടം പൂർത്തിയായോ? ഇല്ല, ആയിട്ടില്ല. 17 ദിവസമേ ആയിട്ടുള്ളല്ലോ. അത് നടക്കുക. ഇന്നിപ്പോ ഇത് പെൺകുട്ടീനെ വിചാരണ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ലഹരി പിടിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ ഈ തൂഫാൻ എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് അതുപോലെ തന്നെ ഒരിക്കലുമല്ല, അതൊന്നുമല്ല. എന്തെങ്കിലും എങ്ങനെയെങ്കിൽ എവിടെ ഞാൻ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും നിരപരാധികളായ ആളുകളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. പക്ഷേ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്നവരെ കർക്കശമായി തന്നെ നേരിടും. അതുപോലെ തന്നെ പോലീസിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ കേസ് ഞാൻ പരിശോധിക്കാം. ആ സംഭവത്തിൽ ഇതുവരെ ഒരു കേസ് അതെ ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ, എവിടെങ്കിലും കേരളത്തിൽ ഒരിടത്തും ഉണ്ടായില്ല. ഒരു മിനിറ്റ്, കേരളത്തിൽ ഒരിടത്തും ഉണ്ടായില്ല. ഈ കുറ്റ്യാടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അത് പരിശോധിക്കാം. അതിന്റെ പേരിൽ തുഫാനല്ല ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. അത് നമ്മുടെ സാമൂഹ്യമായ ഒരു മുന്നേറ്റത്തിന് വിഘാതം ഉണ്ടാക്കും. ഈ പർട്ടിക്കുലർ ഞാൻ പറഞ്ഞല്ലോ, ഈ പർട്ടിക്കുലർ സംഭവത്തെ പറ്റി അന്വേഷിക്കും.